വീണ്ടും ഒരു വസന്തം കൂടി. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഓഫീസിൽ സത്യയ്ക്ക് PA ആവശ്യമാണെന്ന് കുറേ ദിവസമായി സാരംഗ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പരസ്യം കൊടുത്തിട്ടില്ല. ഇടയ്ക്ക് എപ്പോഴോ സാരംഗ് ഓർത്തു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരുന്നു. അതനുസരിച്ച് വന്ന ഏകദേശം 25ഓളം പേരിൽ 5 പേരുടെ ഓഫീസ് സ്റ്റാഫായും ഒരാളുടെ ടെക്നിക്കൽ വിങ്ങിലും 2 പേർ ക്ലീനിങ് സ്റ്റാഫായും സെലക്ട് ചെയ്തു. PA പോസ്റ്റിലേക്കുള്ള അപ്പോയിൻമെൻറ്റും ഇതിനോടകം തന്നെ നടത്തി. പുതുതായി സെലക്ട് ചെയ്ത 7 പേർക്കും 5 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് വന്നവരെ അതാത് സെക്ഷൻ ഹെഡുമാരെ ഏൽപ്പിച്ചു. സത്യയ്ക്കും സാരംഗിനും ഇപ്പോൾ ഓഫീസിൽ നിന്ന് തിരിയാൻ നേരമില്ല. 1-2 കമ്പനിയുമായി ടൈപ്പ് ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും 2 പേരും കൂടിയാണ് ഓടി നടക്കുന്നത്. മാത്രവുമല്ല ചില വിദേശ കമ്പനികളുമായിട്ടുള്ള മീറ്റിങ്ങും 2 പേരും മാറി മാറി പോകേണ്ടി വരും. നേരെ ചൊവ്വേ നന്ദുവിൻ്റെയും മോളുടെയും അടുത്ത സമയം ചെലവഴിച്ചിട്ട് തന്നെ കുറച്ച് ദിവസമായി. പെണ്ണതിന് പരാതി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ സാരംഗിൻ്റെ ഒപ്പം ഓഫീസിലെത്തിയതും പുതിയ അപ്പോയിൻമെൻറ്റുകളെല്ലാം ജോയിൻ ചെയ്തിരുന്നു. സത്യ ഓഫീസിൽ കയറി കഴിഞ്ഞതും പിന്നാലെ തന്നെ പുതുതായി ജോയിൻ ചെയ്ത PA അകത്തേക്ക് വന്നു. അതിന് പിന്നാലെ സാരംഗും. പുതിയ സ്റ്റാഫിനെ കണ്ട് സത്യ സാരംഗിൻ്റെ മുഖത്തേക്ക് നോക്കി. ഏകദേശം 30 വയസ്സിൽ കൂടുതൽ പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ. കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും കാണിച്ചു കൊടുത്തു അവർ വിവാഹിതയാണെന്ന്. സാർ, ഞാൻ ഹണി ശിവരാജു, സാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. മിസ്സിസ് ശിവരാജു, എനിക്കിപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സാരംഗിനെ അസിസ്റ്റ് ചെയ്യാം. സാരംഗ് അന്തിച്ച് നിൽക്കുവാണ്. ഇതെന്തടാ പാടെന്ന്. ഹണി അവനെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പല്ല് കടിച്ചു പിടിച്ച് സത്യയെ നോക്കി സാരംഗ് പുറത്തേക്ക് പോയി. പിന്നാലെ വന്ന സാരംഗിൻ്റെ ക്യാബിനിൽ ചെന്ന ഹണിയെ സാരംഗ് തന്ത്രപൂർവ്വം ഒഴിവാക്കാൻ നോക്കി. മിസ്സിസ് ഹണി, എനിക്കൊരു PAയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ തന്നെ മറ്റൊരു പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തനിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് വിങ് പറ്റും. അല്ല സാർ, ഞാൻ PA ആകുമ്പോൾ സാറിനൊപ്പം വിദേശത്തൊക്കെ പോകാമല്ലോ. അഡ്മിനിസ്ട്രേഷനിൽ അതിന് കഴിയില്ല. ബെസ്റ്റ്, അതൊക്കെ ഓർത്തിട്ടാണോ ഇങ്ങോട്ട് പോകുന്നത്? അതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കൂ. ബോസിൻ്റെ ഒപ്പം ടൂർ പോയി ആടിപ്പാടുന്ന നായിക. ഇത് ജീവിതമാണ് ചേച്ചി, പോവാൻ നോക്ക്. അവർ പോകാൻ തിരിഞ്ഞതും സാരംഗ് അവളെ വിളിച്ചു. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. മൂർത്തി സാർ, കം ടു മൈ റൂം. ഫോൺ കട്ടാക്കിയതും മൂർത്തി എത്തി. അഡ്മിനിസ്ട്രേഷനിൽ വന്ന പുതിയ സ്റ്റാഫാണ്. കൊണ്ടുപോയി ബാക്കി കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. 1-2 ദിവസം മൂർത്തി സാറിൻ്റെ കീഴിൽ നിൽക്കട്ടെ. അപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ സാർ. മൂർത്തി അവരെയും വിളിച്ചുകൊണ്ട് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് പോയി. അവർ 2 പേരും ക്യാബിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും സാരംഗ് കാറ്റുപോലെ സത്യയുടെ റൂമിലേക്ക് ചെന്നു. ചെയറിലിരുന്ന സത്യയെ പിന്നിലേക്ക് തള്ളി. എടാ തെണ്ടി, കൂടെ നിന്ന് കുഴി പറിക്കുന്നു. നീ എന്തുദ്ദേശിച്ചാ ആ അമ്മച്ചിയെ എൻ്റെ PA ആക്കാൻ ഇത്രയും ഉത്സാഹം കാണിച്ചത്? ആ തള്ളിയുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസേ ശരിയല്ല. നിനക്കങ്ങനെ തോന്നിയല്ലേ? ആദ്യമേ എനിക്കത് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവരെ നൈസായി ഒഴിവാക്കിയത്. ഒന്നുമില്ലെങ്കിലും ഞാൻ വിവാഹം കഴിഞ്ഞ് കുടുംബമായി താമസിക്കുന്നു. നീയാണെങ്കിൽ ക്രോണിക് ബാച്ചിലറും. ഇപ്പോൾ തന്നെ എന്നെ കണ്ണ് നിറച്ച് കാണാൻ കിട്ടുന്നില്ലെന്നാണ് നന്ദുവിൻ്റെ പരാതി. അപ്പോൾ പിന്നെ ഈ അമ്മച്ചി കൂടി 24 മണിക്കൂറും എൻ്റെ കൂടെ ഉണ്ടെന്നറിയുമ്പോൾ അവളുടെ BP വെറുതെ കൂട്ടുന്നത് എന്തിനാടാ? നിനക്കാവുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റും ആകുമല്ലോ. പട്ടി. സത്യയെ കസേരയിൽ നിന്നും വലിച്ചെടുത്ത് അടുത്തുള്ള സോഫയിലേക്ക് ഇട്ടുകൊണ്ട് സാരംഗും പുറത്തേക്ക് കയറി കിടന്നു. പുര നിറഞ്ഞു നിൽക്കുകയാണെന്ന് കരുതി അങ്ങനെ വല്ല അമ്മച്ചിമാർക്കും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എന്നെ കിട്ടില്ല. എൻ്റെ മാവ് ഏകദേശം പൂത്തിരിക്കുകയാണ്. സമയമാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. കുഞ്ഞിനെ ഉറക്കി കിടത്തി പില്ലോയും വെച്ച് നന്ദു സത്യയുടെ നേർക്ക് തിരിഞ്ഞു കിടന്നു. അവളെ തന്നെ നോക്കി കിടക്കുന്നവനെ കണ്ടപ്പോൾ പെണ്ണിന് ചിരി പൊട്ടി. എന്താണ് ആകെ വശപ്പിശക് നോട്ടം? നോട്ടം മാത്രമല്ല, മൊത്തത്തിൽ പിശകി കിടക്കുവാണ്. നിന്നെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ട് എത്ര ദിവസമായി മോളെ? അതിനാണോ ഈ മുഖത്തത്ര സങ്കടം? അവളെ കൈക്കുഴിയിൽ കയറ്റി കിടത്തി നെറുകയിൽ ചുണ്ട് ചേർത്തു. സത്യയുടെ ഇടം കൈ ടോപ്പിൻ്റെ ഉള്ളിലൂടെ പരതി. മൂക്കിൻ തുമ്പിലൂടെ അരിച്ചിറങ്ങിയ സത്യയുടെ ചുണ്ട് നന്ദുവിൻ്റെ ചുണ്ടിൽ കൊരുത്തു. മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി ചുംബിച്ചു. അവളുടെ വയറിൽ പതിയെ അമർത്തിയിരുന്ന അവൻ്റെ ഇടം കൈ ബോട്ടത്തിനുള്ളിലേക്ക് കടന്നതും അവൾ ഒന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ ചുണ്ടിൽ പല്ലിറക്കി. സത്യയും നന്ദുവും ചുണ്ടിൽ ആഞ്ഞു ചുംബിച്ചു. ചുംബനത്തിൻ്റെ തീവ്രത വന്യമായി. ഞരക്കങ്ങൾ അവളിൽ നിന്നുയർന്നു. അപ്പോഴേക്കും ഞെട്ടിയുണർന്ന് മോൾ കരയാൻ തുടങ്ങി. സത്യയെ ഉന്തി മാറ്റി നന്ദു മോളുടെ നേർക്ക് തിരിഞ്ഞു കിടന്നു. സത്യ നന്ദുവിൻ്റെ നേർക്ക് നോക്കി മുഖം കൂർപ്പിച്ച് ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു. അവനത് കണ്ട് ചിരി വന്നു. സാരംഗ് ഫ്രഷായി ഇറങ്ങുമ്പോൾ മൊബൈൽ കട്ടായി. അവൻ നോക്കുമ്പോൾ അനുവാണ്. ബോക്സറും റൗണ്ട് നെക്ക് ടീഷർട്ടും ഇട്ട് ബെഡിൽ കയറി കിടന്നു. അനുവിൻ്റെ നമ്പറിലേക്ക് തിരികെ വിളിച്ചു.
ഒരു ബെല്ല് പോയപ്പോൾ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു. എന്താണ് ഡോക്ടറെ, ഉറക്കമൊന്നുമില്ലേ? മൊബൈലും കയ്യിൽ പിടിച്ചിരിപ്പാണോ? നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ വിളിക്കാതെയും പറയാതെയും ഇരിക്കുമ്പോൾ അവരെ അങ്ങോട്ട് വിളിച്ച് നമ്മൾ ജീവിച്ചിരിപ്പുണ്ട് എന്നെങ്കിലും അറിയിക്കുന്നത് അതിൻ്റെ ഒരു രീതിയല്ലേ? എടി, ഞാൻ കുളിക്കുമായിരുന്നു നീ വിളിക്കുമ്പോൾ. അതല്ലേ ഞാൻ ഫ്രഷായി ഇറങ്ങി ഉടനെ തിരികെ വിളിച്ചത്. 2 ദിവസമായി എന്നെ ഒന്ന് വിളിച്ചിട്ട്. ഇതിന് മാത്രം എന്ത് തിരക്കാ സാരൻ? ഈ ഒഴിവാക്കലുകൾ ഉള്ള വേദനയുണ്ടല്ലോ, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. എടി, ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല. 2 ദിവസമായി കമ്പനിയിൽ ആവശ്യത്തിൽ കൂടുതൽ തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് നിന്നെ വിളിക്കാൻ കഴിഞ്ഞില്ല. അതൊരു സത്യമായ കാര്യമാണ്. തിരക്കാണെങ്കിലും ഒന്ന് മെസ്സേജ് എങ്കിലും ചെയ്തുകൂടായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് പോലും കോൾ അറ്റൻഡ് ചെയ്തില്ല. എന്താ, എന്നെ മടുത്തു തുടങ്ങിയോ? പറഞ്ഞ് നീ ഇത് എവിടേക്കാ പറഞ്ഞു പോകുന്നത്? സാറിങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നു. ഞാൻ തിരക്കൊന്നും ഒട്ടുമില്ലാത്ത വ്യക്തിയാണല്ലോ. ജോലിയും ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന ആൾ. അതുകൊണ്ടല്ലേ ചുമ്മാ ഒരാളെ മാത്രം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് പിന്നാലെ വരില്ല. ആരോരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ മിസ് ചെയ്യുമ്പോൾ വല്ലാതെ വേദനിക്കും. നിങ്ങൾക്കൊന്നും ആ വേദന പറഞ്ഞാൽ മനസ്സിലാവില്ല. അവസാന വാക്കുകൾ പറയുമ്പോൾ അനുവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഇനി വിളിച്ച് ശല്യം ചെയ്യില്ല, സോറി. എൻ്റെ ഡോക്ടറെ, കുറച്ചുകൂടി പക്വത ഞാനും പ്രതീക്ഷിച്ചു. ഇത് പക്വതയില്ലായ്മയുടെ പ്രശ്നമല്ല സാരംഗ്. തനിക്ക് എന്നോട് ഇടപഴകിയപ്പോൾ തോന്നിയോ ഞാൻ പക്വതയില്ലാത്ത ക്യാരക്ടറാണെന്ന്? എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടായപ്പോൾ ഇതുവരെ കിട്ടാത്ത സ്നേഹം മുഴുവനും ഒന്നിച്ച് കിട്ടുമ്പോൾ എനിക്ക് പറ്റുന്നില്ല തന്നെ കാണാതെയും മിണ്ടാതെയും ഇരിക്കാൻ. അതാണ് ഞാൻ. സോറി അനു, നാളെ ഞാൻ എന്തായാലും തന്നെ കാണാൻ വരും. വേണ്ട സാരൻ, ഇവിടെ വരേണ്ട. ആൻറ്റി ധ്യാനം കൂടാൻ വേളാങ്കണ്ണിക്ക് പോയേക്കുവാണ്. അപ്പോൾ സാരംഗ് വരുന്നത് ശരിയല്ല. നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം. അപ്പോൾ താൻ അവിടെ ഒറ്റയ്ക്കാണോ? എന്തിനാനു നീ എവിടെ ഒറ്റയ്ക്ക് നിന്നത്? നിനക്ക് ഓർഫനേജിൽ പോയി അവിടെ നിൽക്കാൻ പാടില്ലായിരുന്നോ? ഒറ്റയ്ക്ക് നിന്നത് എന്തിനാ? ആൻറ്റി പോകുന്ന വിവരം ഞാൻ ഈ സമയത്താണ് അറിഞ്ഞത്. അപ്പോൾ പിന്നെ പോകാൻ കഴിഞ്ഞില്ല. സാരമില്ല, ഇന്നൊരു നൈറ്റ് തന്നെയല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ ഫാദറിനോടൊപ്പം അവിടെ ചെന്ന് നിൽക്കാം. അതിന് സാരംഗ് കനപ്പിച്ചൊരു മൂളലിൽ മറുപടി ഒതുക്കി. എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുക, നാളെ കാണാം. സാരംഗിന് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ആൻറ്റിയും അനുവും താമസിക്കുന്നത് ഒരു വില്ലയിലാണ്. അവിടെ അടുത്ത വില്ലയിലുള്ള കുറച്ച് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചെത്തു പയ്യന്മാരാണ്. അവന്മാരാണെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഡാൻസും ബഹളവും ഒക്കെയായി. കഴിഞ്ഞൊരു ദിവസം വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു പാർട്ടിക്കിടയിൽ ആരെയൊക്കെയോ അടിപിടി കൂടിയെന്ന്. അതിൻ്റെ തുന്നിക്കെട്ടലുകൾ ചെയ്തപ്പോൾ ഇത് അനുവായിരുന്നു. ഇന്നിപ്പോൾ ആൻറ്റി കൂടി ഇല്ലാതിരിക്കുമ്പോൾ എന്താവുമെന്നോർത്ത് സാരംഗിന് വല്ലാത്ത വെപ്രാളം തോന്നി. അവൻ എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നേരെ ബൈക്കിൻ്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വില്ലയുടെ മുന്നിലെത്തുമ്പോൾ അകത്ത് ലൈറ്റെല്ലാം അണഞ്ഞിരുന്നു. വിചാരിച്ചതുപോലെ തന്നെ അടുത്ത വില്ലയിൽ നിന്നും ഉച്ചത്തിനുള്ള പാട്ടും ഒച്ചയും കേൾക്കാം. ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച് ഗേറ്റ് തുറന്നു. ബൈക്ക് ഉരുട്ടി അകത്തേക്ക് കയറ്റി. പുറത്തെ സ്റ്റെയറിലൂടെ കയറി സൺഷെയ്ഡിൽ കൂടി എങ്ങനെയൊക്കെയോ അകത്ത് കിടന്നു. അനുവിൻ്റെ റൂമിൻ്റെ ഡോർ ലോക്ക് അല്ലായിരുന്നു. കതക് തുറന്ന് അകത്തേക്ക് കയറി. ശാന്തമായി ഉറങ്ങുന്ന അനുവിനെ കണ്ടപ്പോൾ അവന് വാത്സല്യം തോന്നി. ആരോരുമില്ലാത്തവൾ, തൻ്റെ പെണ്ണ്, ഇനി ഒരുപാട് നാൾ നിന്നെ തനിച്ചാക്കില്ല. ബെഡിൽ അവളെ തന്നെ നോക്കിയിരുന്നു. സുഖനിദ്രയിലാണ്. ലാമ്പിൻ്റെ വെട്ടത്തിൽ അവളെ തന്നെ നോക്കിയിരിക്കാൻ വല്ലാത്ത സുഖം. നെറ്റിയിൽ പാറി വീണ് കിടക്കുന്ന മുടി ഒതുക്കി ചെവിക്ക് പിന്നിലാക്കി കൊടുത്തു. ഒന്ന് ഞരങ്ങി വീണ്ടും ഉറങ്ങി അവൾ. ഏറെ നേരം അങ്ങനെയിരുന്നു. ഉറക്കം കണ്ണുകളെ തഴുകിയപ്പോൾ അടുത്ത് കിടന്ന ദിവാൻ കോട്ടിലേക്ക് കിടന്നു. മൊബൈൽ സൈലൻ്റ് ആക്കാനും മറന്നില്ല. ഉറക്കത്തിലായിരുന്ന അനു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുണർന്നു. ഹോസ്പിറ്റലിൽ നിന്നുള്ള കോളാണ്. ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ അതിനെന്തോ ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് സിസ്റ്റർ വിളിച്ചതാണ്. മെഡിസിൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം വീണ്ടും ഉറങ്ങാനായി തിരിഞ്ഞ് കിടക്കുമ്പോഴാണ് ദിവാൻ കോട്ടിൽ കിടക്കുന്ന ആ രൂപത്തെ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് ഭയന്നുപോയി. അനു റൂമിൻ്റെ ലൈറ്റ് ഇട്ടു. പതിയെ ദിവാൻ കോട്ടിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ സാരംഗ്. അവൾക്ക് അത്ഭുതം തോന്നി. ഇതെപ്പോൾ വന്നു? ഉറങ്ങിക്കിടക്കുന്ന സാരംഗിനെ തന്നെ നോക്കിയിരുന്നു. പിന്നെ തട്ടി വിളിച്ചു, സാരംഗ്, ഡോ. അവൻ ഞെട്ടി കണ്ണു തുറന്നു. ഇതെപ്പോൾ വന്നു? അവൾ ദിവാൻകോട്ടിൻ്റെ സൈഡിൽ അവനടുത്തായിരുന്നു. സാരംഗ് വാച്ചിലേക്ക് നോക്കി. ആഹാ, 4 മണിയായോ? ഞാൻ ഇന്നലെ 11 മണിയായപ്പോൾ വന്നു. അപ്പോൾ എൻ്റെ ഡോക്ടർ കൊച്ച് നല്ല ഉറക്കം. പിന്നെ ഉണർത്തേണ്ടെന്ന് കരുതി ഞാനിവിടെ കിടന്നു. ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നീ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുമോ ഓടി കിടന്നാൽ? അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. അനുവിൻ്റെ കണ്ണ് നിറഞ്ഞു. ഈശ്വരൻ എന്നെ ഒറ്റയ്ക്കാക്കിയപ്പോൾ പലപ്പോഴും ഞാൻ അതിന് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒറ്റപ്പെടുത്തിയതിന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എനിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ് ഈ സ്നേഹം.
ഇത് മാത്രം മതി ഈ ജീവിതകാലം മുഴുവനുള്ള എൻ്റെ ഒറ്റപ്പെടൽ മാറാൻ. ഇതുപോലെ ചേർത്ത് പിടിച്ചാൽ മതി എന്നെ. എന്താ ഇവിടെ കിടന്നത്? അവിടെ ബെഡിൽ കിടക്കാത്തത് എന്താ? അവളുടെ വിക്കി വിക്കിയുള്ള ചോദ്യം കേട്ടപ്പോൾ സാരംഗിന് ചിരി വന്നു. അത് റിസ്ക്കാണ് ഡോക്ടറെ, അവിടെ ശരിയാവില്ല. അത് കേട്ട് അവൾക്കും ചിരി വന്നു. എൻ്റെ താലി ഈ കഴുത്തിൽ കെട്ടിയിട്ട് എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വന്തമാക്കിക്കോളാം. അതുവരെ കാത്തിരിക്കും. ആ കാത്തിരിപ്പിന് പോലും സുഖമാണ്. ഇനി കിടന്നാൽ ഉറക്കം വരില്ല. ഡോക്ടർ ഒരു കാര്യം ചെയ്യും, നല്ല സ്ട്രോങ് ആയിട്ട് ചേട്ടന് ഒരു ചായ ഇട്ട് വന്ന് വിളിക്ക്. അതുവരെ കുറച്ചുകൂടി ഉറങ്ങാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ദിവാൻ കോട്ടിൽ നിന്ന് നേരെ ബെഡിലേക്ക് വീണു സാരംഗ്. ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ അനു നേരെ കിച്ചണിലേക്ക് പോയി ഒരു കപ്പ് ചായയുമായി വന്നു. അത് മേശമേൽ കൊണ്ടുവച്ചിട്ടും സാരംഗ് ഉണർന്നില്ല. അനു അവനെ വിളിച്ചുണർത്തി. നേരെ ഒരുപാടായി, ചായ കുടിക്ക്. സാരംഗ് ചായ കുടിച്ച് ഫ്രഷായി ഇറങ്ങി. എന്നാൽ പിന്നെ പോട്ടെ ഡോക്ടറെ. താങ്ക്സ് ചേട്ടായി. ഫോർമാലിറ്റി ആണോ? എങ്കിൽ വേണ്ട. എൻ്റെ പെണ്ണിന് ഞാനുണ്ട്, എപ്പോഴും ഏതവസ്ഥയിലും. അത് നീ മറന്നു പോകാതിരുന്നാൽ മതി. അവൾ വേഗം സാരംഗിനെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ഭാഗ്യമാണ്, എൻ്റെ മാത്രം. കരഞ്ഞുപോയി അനു. ആരോരും ഇല്ലാത്തവളുടെ വേദന, അവളുടെ സങ്കടം മാറുവോളം അങ്ങനെ ചേർത്ത് പിടിച്ചു നിന്നു സാരംഗ്. ഇനി ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്നും കരയില്ലേ പെണ്ണേ. അവളെ അടർത്തി മാറ്റി സാരംഗ്. ദാ ഇവിടെ അവൻ്റെ നെഞ്ചിൽ കൈ ചേർത്ത് വെച്ചു. നോവുന്നു നിൻ്റെ കണ്ണുനീര് കാണുമ്പോൾ. ഇനി എൻ്റെ മുന്നിൽ കണ്ണ് നിറയ്ക്കല്ലേ അനു. ഫാദർ വരട്ടെ, എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ പെണ്ണിനെ കൂടെ കൂട്ടും. ഇനിയും എനിക്ക് പറ്റില്ല ഒറ്റയ്ക്ക്, തളർന്നു പോകും ഞാൻ. ഇല്ല, ഇനി ഒറ്റയ്ക്കാക്കില്ല. ഇപ്പോൾ ഞാൻ പോട്ടെ. നേരം വെളുത്ത് വരുന്നതേയുള്ളൂ. ആരെങ്കിലും കണ്ടാൽ അത് മോശമാണ്. ഞാൻ പോട്ടെ. അവൾ തലകുലുക്കി. രാത്രിയിൽ കുഞ്ഞുണർന്നപ്പോൾ ഉറക്കം മുഷിഞ്ഞെഴുന്നേറ്റതാണ് സത്യ. അപ്പോഴാണ് ബൈക്കും എടുത്തുകൊണ്ട് പോകുന്ന സാരംഗിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് അവനെയും കാത്തുന്ന പോലെ ഇരിപ്പുണ്ട്. ജോഗിങ്ങിന് പോകാൻ നേരം സാരംഗിൻ്റെ മുറിയിലേക്ക് നോക്കുമ്പോഴും അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ജോഗിങ് കഴിഞ്ഞ് വന്ന് ന്യൂസ് പേപ്പറുമായിരിക്കുമ്പോഴാണ് പോർച്ചിൽ ബൈക്ക് കൊണ്ടുവച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാരംഗിനെ കണ്ടത്. ആഹാ, നീ ഇതെവിടെയാടാ രാവിലെ പോയത്? എൻ്റെ ഒരു ഫ്രണ്ടിനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാനായി അവൻ വിളിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അവനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പോയതാ. അതേതാ, ഞാൻ അറിയാതെ നിനക്കിപ്പോൾ ഒരു പുതിയ ഫ്രണ്ട്. സത്യയും വിട്ടുകൊടുത്തില്ല. നിനക്കവനെ അറിയാം. പണ്ട് എൻ്റെ ഒപ്പം കോളേജ് പഠിച്ചിരുന്നു, ശൈലേഷ്. അവനെ? ഓ, അവനെയാണോ? അവനിപ്പോൾ എന്ത് ചെയ്യുന്നു? ഡൽഹിയിൽ ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി എൻ്റെ നമ്പർ കിട്ടി വിളിക്കുകയായിരുന്നു. കുറച്ച് ദിവസമായി അവൻ ലീവിന് വന്നിട്ട് നാട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് നീ അവനെ കാണാൻ പോയില്ലേ? ഇടയ്ക്കൊരിക്കൽ കണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്ന് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ ഇന്നലെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു ഡോക്ടറുടെ വീട്ടിൽ? ഉറക്കം അത്ര ശരിയായില്ല. സ്ഥലം മാറി കിടന്നതിൻ്റെ ക്ഷീണമുണ്ട്. കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് ഞാൻ വരാം. സാരംഗ് എഴുന്നേറ്റപ്പോഴാണ് പറഞ്ഞതിലെ താളപ്പിഴ മനസ്സിലായത്. ചമ്മിയെ ചിരി പാസാക്കിക്കൊണ്ട് സത്യയുടെ അടുത്ത് തന്നെ ഇരുന്നു. സത്ത അറിയാത്ത ഭാവത്തിൽ പേപ്പർ നോക്കി. സോറിയടാ, ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അനുവിനെ വിളിച്ചായിരുന്നു. അവളുടെ ആൻറ്റി അവിടെ ഇല്ല, തനിച്ചാണെന്ന് പറഞ്ഞു. തൊട്ടടുത്ത അലമ്പ് പയ്യന്മാരുണ്ട്. ആൻറ്റി കൂടെ ഇല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായി പോകും. എന്തോ തനിച്ചാക്കാൻ തോന്നിയില്ല, അതാണ് ഞാൻ. കള്ള കാമുക, രാത്രിയിൽ ഡോക്ടറെ കാണാൻ പോയതാണ്. നീ മുത്തശ്ശനോടൊന്ന് സംസാരിക്കുമോ സത്യ? ഇനിയും അവളെ തനിച്ചാക്കാൻ പറ്റില്ല. ആകെ ഒറ്റപ്പെട്ട് നിൽക്കുകയാടാ. വലിയ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും അതിനെ തനിച്ചാക്കാൻ കഴിയില്ല. പ്ലീസ്. എനിക്കും ഇത് നേരത്തെ തോന്നിയതാണ്. എന്തായാലും ഡോക്ടറുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം എടുക്കാം. അതുകൊണ്ട് കാമുകം പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇന്നലെ പോയിട്ട് സത്യ പകുതിയിൽ നിർത്തി. ഇന്നലെ പോയിട്ട് ഒരു കുഴപ്പമില്ല. എനിക്ക് നല്ല കൺട്രോളുണ്ട്. ഞാൻ സുഖമായി അവിടുത്തെ ദിവാങ്കോട്ടി കിടന്നുറങ്ങി. ഇവ ആണുങ്ങളുടെ വില കളയും. സത്യ പറഞ്ഞതും സാരംഗ് അവൻ്റെ നേർക്ക് പാഞ്ഞു. രണ്ടും കൂടി സെറ്റിയിൽ കിടന്ന് കുന്തി മറിഞ്ഞു. അത് കണ്ടുകൊണ്ടുവന്ന മാധവൻ രണ്ടിനെയും പിടിച്ചു മാറ്റി. നാണമുണ്ടോടാ നിനക്കൊക്കെ? ഒരുത്തന് കല്യാണം കഴിഞ്ഞൊരു കൊച്ചായി, അടുത്തവൻ കല്യാണം കഴിക്കാൻ നിൽക്കുന്നു. എന്നിട്ടും രണ്ടിൻ്റെയും അടിപിടി കഴിഞ്ഞില്ല. തുടരും.